എല്ലാവർക്കും നല്ല നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു മിനി വ്ളോഗാണ്. പാലക്കാട് മലമ്പുഴ ഡാമിലേക്കാണ് പോകുന്നത്. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് അച്ഛനൊക്കെ ലീവാണ്. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഈ മലമ്പുഴ ഡാം ഒന്ന് കാണണം എന്നുള്ളത്. അപ്പൊ നമ്മള് അതിനാണ് ഇന്ന് പോകുന്നത്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ ബസ് വരുന്നത് 7 മണിക്കാണ്. നമുക്ക് ഇവിടുന്ന് 6:30 ഇറങ്ങിയാല് ജംഗ്ഷനിൽ ബസ് വരണം. അപ്പൊ നമ്മള് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും. 2020 ഡിസംബർ 25 നമ്മൾ ക്രിസ്മസ് ടൂറായിട്ട് ദുബായിലേക്ക് ആയിരുന്നു. ഈ 2025 ഡിസംബറിൽ നമ്മൾ ക്രിസ്മസ് ടൂറായിട്ട് പാലക്കാടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ബസ് വടക്കുന്നാഥൻ. ക്രിസ്മസ് ആയതുകൊണ്ട് പാട്ട് കാര്യങ്ങളൊക്കെ ഞാനും ഉണ്ണി അച്ഛനും അമ്മയും അച്ഛനമ്മയൊക്കെ കൂടിയിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ് എണിച്ചപ്പോൾ കടൽക്കാരനൊക്കെ വന്നു. അപ്പോൾ കടല് ക്യാഷിനട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. അത് നമ്മൾ പാലക്കാട് ടൗണിലെത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം മലമ്പുഴയ്ക്ക് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുള്ളത് ഇന്ത്യൻ കോഫി ഹൗസിലാട്ടോ. ഇന്ത്യൻ കോഫി ഹൗസിൽ സ്ഥിരമായി കാണുന്ന ഒരു സംഭവമാണ് വെയിറ്റർമാർ തലപ്പാവൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യുന്നത്. ഫസ്റ്റ് വന്നത് മസാല ദോശയായിരുന്നു, പിന്നെ നമ്മുടെ ഗീ റോസ്റ്റ്. ഈ കാണുന്ന മുഖമല്ല ഫുള്ള് കഴിക്കാൻ പറ്റാത്ത ഈ മുഖം. പിന്നെ നമ്മൾ 2 ജീരകം എടുത്തു. പിന്നെ ഒരു സ്പെഷ്യലായിട്ട് അവിടെ പാക്കും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് എല്ലാവരും മലമ്പുഴയ്ക്ക് പോകുന്നൊരു ഭാഗത്തുള്ള കാഴ്ചയായിട്ട് ഇത്. അപ്പോൾ നമ്മളിത് മലമ്പുഴ ഡാം എത്തിയിട്ടുണ്ട്. ഇനി എൻട്രി പാസ് എടുത്തിട്ട് ഉള്ളിൽ കയറണം. അങ്ങനെ എൻട്രി പാസ് ഒക്കെ എടുത്തിട്ട് ഇനി റോപ്പ് വേയിൽ കയറാനുള്ള പ്ലാനാണ്. റോപ്പ് വേയിൽ കയറാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഗാർഡനിൽ ഇപ്പോൾ വർക്കും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് ഗാർഡൻ ഓപ്പൺ അല്ല. അതുകൊണ്ടാണ് നമ്മൾ റോപ്പ് വേയിൽ കയറാൻ തീരുമാനിച്ചത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇവിടെ റോപ്പ് വേയിൽ കയറാൻ വേണ്ടിയിട്ട് ലൈൻ നിൽക്കുകയാണ്. അച്ഛൻ എല്ലാവരും ഉണ്ട്. അച്ഛമ്മയ്ക്ക് കയറുന്ന നല്ല പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ടാണ് അച്ഛമ്മേനെ കയറ്റിയത്. അങ്ങനെ റോപ്പ് വേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്ത് ഇതാണ് നമ്മുടെ ടിക്കറ്റ്. റേറ്റ് വെറും 400 ആയിട്ടുള്ളൂ കേട്ടോ ഈ 6 ആൾക്ക്. വരിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കയറുന്നത് നമ്മുടെ അച്ഛനും അച്ഛമ്മ കേട്ടോ. നെക്സ്റ്റ് അമ്മയും ഉണ്ണിയാണ്. അങ്ങനെ അച്ഛനും അച്ഛമ്മ ഇരുന്നിട്ട് പോയി. പിന്നെ കയറിയത് അമ്മയും ഉണ്ണി കേട്ടോ. ലാസ്റ്റാണ് നമ്മൾ കയറിയത്. ചെറിയൊരു ആൻസൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ നമ്മളിത് ഇതിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. രസമുണ്ട് കേട്ടോ. എല്ലാരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അമ്മക്ക് കുറച്ച് വരുന്നത് ഇക്കൊട്ടും വരില്ല, ഒട്ടും വരില്ല. അങ്ങനെ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ നമ്മൾ എത്തും അപ്പുറത്തേക്ക്. നമ്മൾ നല്ല ചില്ലായിട്ട് എൻജോയ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പാലമരത്തിന്റെ മുകളിൽ കയറുന്ന ഒരു രക്ഷയും വാമ്പയറും. ട്രാവൽ ടൈം വരുന്നത് 20 മിനിറ്റ്സ് ആണ്. 10 മിനിറ്റ് അങ്ങോട്ടും 10 മിനിറ്റും കണ്ടു. ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ നമുക്ക് മലമ്പുഴ ഫുള്ളായിട്ട് കാണാൻ പറ്റും കേട്ടോ. എല്ലാവരും ഇതൊന്ന് മസ്റ്റ് ട്രൈ ആണ്. റോപ്വേയിൽ വരുന്ന അച്ഛനും അച്ഛമ്മേനെ കേട്ടോ ഇപ്പൊ കാണുന്നത്. അമ്മനെ വരുമ്പോൾ അമ്മയുടെ ഫോണിൽ ചാർജ് കഴിഞ്ഞു കേട്ടോ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലിരുന്ന കിടിലം വ്യൂ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഡാമൊക്കെ കാണാം. പിന്നെ ആ യക്ഷീനെ അപ്പോൾ നമ്മുടെ റോപ്പ് വേ കഴിഞ്ഞ് ഇനി ഒരു കുന്നും കയറി സ്ലോപ്പ് ഉണ്ട്. അപ്പം അതും കയറിയിട്ട് നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് പോവാണ്. ബാക്കിൽ കാണുന്ന ഒരു വലിയൊരു സ്ലോപ്പ് കയറിയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല തിരക്കുണ്ട്. ഇവിടെ ക്യൂ ഉണ്ട്. ഇതാണ് കാണുന്ന തിരക്കൊക്കെ. ഇന്ന് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ. ഏതൊരു അമ്മായി സിമെൻറ്റും കൊണ്ട് നടക്കുന്നുണ്ട്. ഏതൊരു അച്ഛനും കളിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ വിചാരിച്ചിട്ടോ. അവിടെയാണെങ്കിൽ നല്ല കാറ്റായിരുന്നു കേട്ടോ. നല്ല വെയിലും ഉണ്ടായിരുന്നു. ഈ കാറ്റുള്ളത് കൊണ്ട് വെയിലിൻ്റെ ചൂടറിയുണ്ടായിരുന്നില്ല. ഉണ്ണിയാണെങ്കിൽ അവിടെ തോർത്തുമുണ്ട് പറപ്പിച്ച് കിടക്കായിരുന്നു കേട്ടോ കാറ്റുള്ളത് കൊണ്ട്. പിന്നെ ഞാനും കുറച്ച് നേരം അവിടെ കാറ്റുകൊള്ളാൻ വേണ്ടി നിന്നു. വെയിലുണ്ടെങ്കിലും ബട്ട് എല്ലാവരുമായിട്ട് വന്നാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് വന്നാൽ മതി. അപ്പോൾ പിന്നെ വെയിലില്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് തണ്ണിമത്തനൊക്കെ വാങ്ങി ക്ഷീണം മാറ്റാൻ വേണ്ടി. ഞാൻ അച്ഛമ്മ ഒരു ബിരിയാണിയിൽ ഒതുക്കിയിട്ടോ. ഇവർ 4 ആളും നല്ല അടിപൊളിയായിട്ട് സദ്യ കേട്ടോ കഴിച്ചത്. സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് നല്ല ആവോലി ഫ്രൈ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്തത് പോയത് സ്നേക്ക് പാർക്കിലേക്കായിരുന്നു കേട്ടോ. സ്നേക്ക് പാർക്കിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെയാണെങ്കിൽ പാമ്പുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ആരാണിത്? നമ്മുടെ മോർക്കൻ ചേട്ടൻ. ഇവിടെ കുറേ പാമ്പുകളെ ചില്ലുകൂട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ വെറൈറ്റീസ് ഉണ്ട്. ഈ കാണുന്നത് മലമ്പാമ്പുകളെ ഇട്ട് വെച്ചിട്ടുള്ള വലിയൊരു കൂടാട്ടോ. ഈ കൂട്ടിലാണെങ്കിൽ മലമ്പാമ്പുകളെ നമുക്ക് എണ്ണിയാ തീരില്ല, അത്രയധികം. കണ്ട ആ മരത്തുമ്മലൊക്കെ ഇരിക്കുന്നത് അത്രയധികം മലമ്പാമ്പുകളാണ്. ദാ ഈ കാണുന്നുണ്ടല്ലോ 2 മലമ്പാമ്പുകൾ കൂടി ഇരിക്കുന്ന കേട്ടോ. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, പല ആൾക്കാരെയും നമുക്ക് ഇവിടെ കാണാനുണ്ട്. അതിലൊരാളാണ് ഈ കാണുന്നത് ദി കിങ് ഓഫ് സ്നേക്സ് എന്നറിയപ്പെടുന്ന രാജവെമ്പാല. അതായത് നമ്മുടെ കിങ് കോബ്ര ആട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് തോന്നുന്നത്. ആളുടെ ഷോയും കാര്യങ്ങളൊക്കെ കേട്ടോ. കണ്ടോ, ഇത്ര 6 അടി വലിപ്പത്തിലൊക്കെ ആള് നിൽക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത് തായ്ലാൻഡിൽ മാത്രം കേട്ടോ. ആരെങ്കിലും പാലക്കാട് മലമ്പുഴ ഡാമിലേക്ക് വരുന്നുണ്ടെങ്കിൽ സ്നേക്ക് പാർക്ക് മസ്റ്റ് വിസിറ്റ് ആണ്. പിന്നെ ഇതേ ആള് കുറച്ച് കഴിഞ്ഞിട്ട് പത്തിയൊക്കെ വിടർത്തി നിൽക്കണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. അപ്പൊ ഇതാ പാമ്പുകളെ അടിപൊളിയായിട്ട് കാണുന്നു. ഇതേത് പാമ്പാണ്? ഇവിടെ വരുന്നത് പാമ്പാണ്. ഇതാ ഇവിടെ എടുക്കുന്ന പാമ്പാണ്. കണ്ടോ, ആ മരത്തുമ്പോ നിറച്ചിരിക്കുന്നത് പാമ്പുകളും ചേരകളും ഒക്കെ കേട്ടോ. പാമ്പുകളുടെ തലയിൽ അവിടെ ഗ്രേ ഉള്ളതും ഗ്രേ ഇല്ലാത്തതുമായ പല പാമ്പുകളും അവിടെ കാണാൻ പറ്റും കേട്ടോ. ആയിരിക്കുന്നത് വലിയൊരു മഞ്ഞച്ചേരയാണ്. ചെടിയുടെ മുകളിലൊക്കെ ഇരിക്കുന്നത് കൂട്ടം മഞ്ഞച്ചേര കേട്ടോ. പലരും മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചേരകളും പാമ്പുകളും ഗ്രേ ഉള്ള പാമ്പുകളൊക്കെ ഉള്ള പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ പാമ്പുകളെയും സ്പെഷ്യലായിട്ട് ചില്ലുകൂട്ടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.